വിജയം വാരിച്ചവനേ നീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വാരുന്നു യോഗൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പാരെന്നുമെന്നും കുരിശു വഹിച്ചു കാൽപ്പാടുവിൻ കൽപ്പിച്ച നായക ദിവ്യരക്തത്താൽ പാപമാലിന്യം കഴുകേണമേ നിൻ ദിവ്യരക്തത്താൽ പാപമാലിന്യം കഴുകേണമേ. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഹരിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശു വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിനെ വഴിയിൽ കൂടി വ്യാകുലയ മാതാവിന്റെ പിന്നാലെ തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, പറ. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തരവണമേ കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവ് മരണത്തിനായി വിധിച്ചു ദൈവത്തിൻ കുഞ്ഞാടി അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാ നിൻ കാരുണ്യം കൈക്കൊണ്ടു കഥനത്തിലാട്ടി നിന്നെ അവസാന വിധിയിൽ ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. നിൽക്കുന്നവരെല്ലാം വിശ്വസിക്കാൻ സാധിക്കുന്നവരിലേക്ക് ഒന്നാം സ്ഥലം ഈശോ മിശിഹാ മരണത്തിനെ വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുട്ടിമുടി ഉറക്കമഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വരയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരുന്ന നാമം, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് നിശബ്ദനായി സഹിക്കുന്നു. എല്ലാവരും കരങ്ങൾ പിടിച്ചു പിടിച്ച് ഒഴിച്ചു പറയാം. ദൈവമായ കർത്താവേ, കുറ്റമറ്റവനായി എന്നിട്ടും എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ പ്രത്യേകമായി വിളിച്ചിട്ടുമ്പോൾ കുറ്റക്കാരനായി വിധിക്കുമ്പോൾ അങ്ങേപോലെ സംശുദ്ധനായി സഹിക്കുവാൻ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും സഹായിക്കണം. എല്ലാവരും കരങ്ങൾ പിരിച്ചു പിടിച്ച് സന്തോഷനായ കർത്താവേ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി.
കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും അന്ന് ഈശോ ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നമ്മൾ ഈ കാര്യം കാണുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ജീവിതമുണ്ടാകും, അതിൻ്റെ അനുഗ്രഹം നമ്മളുണ്ടാകും. അപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കണം, അവരോട് ചേർന്ന് നിൽക്കണം കേട്ടോ. രണ്ടാം സ്ഥലം ഈശംശിക കുരിശ് ചുമക്കുന്നു. ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാരാരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു, മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, പുരുഷനെ ഞങ്ങളുടെ ഹൃദയത്തിലും പതിച്ചുറപ്പിക്കണമേ.